ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ഡിന്നർ സ്പെഷ്യൽ നോക്കിയാലോ. ഇന്ന് ഞാൻ നല്ല വെള്ളയപ്പവും ചിക്കൻ ലിവർ റോസ്റ്റും ഉള്ളി ചട്നിയാട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഞാനിവിടത്തേക്കായിട്ട് ഒരു 1/2 കിലോ ചിക്കൻ ലിവറാട്ടോ എടുത്തേക്കുന്നത്. ഞാൻ ആ ചിക്കൻ ലിവർ കുറച്ച് സ്മോൾ പീസായിട്ട് കട്ട് ചെയ്ത് നല്ല വൃത്തിയായിട്ട് കഴുകി. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പെപ്പർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലോട്ട് കുറച്ച് നാരങ്ങ നീരോടെ ചേർത്ത് നമുക്കൊരു 1/2 hour എങ്കിലും മാരിനേറ്റ് ചെയ്ത് അത് റെസ്റ്റ് ചെയ്താൽ. ഇനി നമുക്ക് ചൂടായ പാനിലേക്ക് കുറച്ച് എണ്ണയും കുറച്ച് പെരുംജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് ചോപ്പ്ഡ് ഓണിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നല്ലപോലെ സോട്ടാകുമ്പോഴത്തേനും കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ അത് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കൂട്ടിലേക്ക് ആവശ്യമായുള്ള പൊടികൾ ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പെപ്പർ പൊടി എന്നിവ ആഡ് ചെയ്യാം. പച്ചമണം മാറുന്നത് വരെ നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം നമുക്ക് കുറച്ച് തക്കാളിയും കൂടെ അതിലോട്ട് ആഡ് ചെയ്തിട്ട് ആ തക്കാളി വേവുന്നത് വരെ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ റെഡിയായ കൂട്ടിലോട്ട് നമുക്ക് നമ്മുടെ ലിവർ ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. ചിക്കൻ ലിവർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്തോളും, കുക്കറിൻ്റെ ആവശ്യമില്ല. ഇതിൽ തന്നെ നമുക്ക് വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കി ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഞാനൊരു ടോട്ടൽ 20 മിനിറ്റ്സോളം ലിവർ കുക്ക് ചെയ്തിട്ടുണ്ട്. ചിക്കൻ ലിവർ നല്ലപോലെ വെന്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ലിവർ റോസ്റ്റ് അങ്ങനെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കാൻ നോക്കാം. അതിലോട്ട് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ സവാളയിലോട്ട് ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി, വാളംപുളി, പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കറിവേപ്പില ചേർക്കാം. എൻ്റെ കയ്യിലില്ലായിരുന്നു. കോക്കനട്ട് ഓയിലും ചേർത്ത് നല്ലപോലെ കൈകൊണ്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഇത് ഈ ഒരു പരുവത്തിൽ ഉണ്ടാക്കുക. ചെറുതായിട്ടൊരു പണി കിട്ടി. അപ്പത്തിൻ്റെ മാവ് ഓവർഫ്ലോ ആയിപ്പോയി. ഞാൻ തലേന്ന് വെള്ളയപ്പത്തിന് വേണ്ടി അരച്ച് വെച്ചതാണ്. ഇത് പാത്രം കവിഞ്ഞു പോയി. സാരമില്ല, പക്ഷേ ഒരു സൂപ്പർ അപ്പമായിരുന്നു കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്ക് സ്പെഷ്യലായിട്ട് ഒരു കോഫി കുടിച്ചാലോ. ഇങ്ങനെയുള്ള ഡിന്നർ അപ്പം ദോശയൊക്കെ ആയിരിക്കുമ്പോൾ ഹസ്ബൻഡിന് കോഫി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ ഡിന്നർ ഇതായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.